തോറ്റുപോയി, നാണം കെട്ടു, കളിയാക്കപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു. ഇതൊക്കെ പറയാണ്ട് തന്നെ നമുക്കറിയാം, അനുഭവിക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് വെരി പെയിൻഫുൾ അല്ലേ. അതിൻ്റെ ഗ്രാവിറ്റി ഭയങ്കരമാണ്, നമ്മുടെ നെഞ്ച് തകർത്ത് കളയുന്ന സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ നാണം കെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൂട്ടായ്മയുടെ മുമ്പിൽ, ഒരു കൂട്ടുകാരുടെ ഇടയിൽ, നിങ്ങൾ പഠിക്കുന്നിടത്ത്, നിങ്ങളുടെ വീട്ടിൽ ഒക്കെ നാണം കെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടമാണത്. ഇൻഡിവിജ്വലി ചിന്തിച്ചാൽ സങ്കടമാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി മുഴുവൻ നാണം കെടുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫാമിലി മുഴുവൻ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. ഭയങ്കര പെയിൻഫുൾ ആണല്ലേ. കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതിനേക്കൊന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചങ്ക് തകർന്നു പോകുന്ന വേദനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഴയ നിയമത്തിൽ ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഒരധ്യായത്തിൽ തന്നെ, വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നും, ഒരധ്യായത്തിൽ തന്നെ 3 തവണ ഇത് എടുത്തു പറയാണ്, നീ നാണം കെടേണ്ടി വരത്തില്ല. ഈ നാട്ടുകാരുടെ ഇടയിലോ ഈ ജനത്തിൻ്റെ ഇടയിലോ നീ നാണം കെടേണ്ടി വരത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ജോയേൽ പ്രവാചകനോടെ ആവർത്തിച്ച് പറയണം. നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടുള്ളൂ ഈ ജോയേൽ പ്രവാചകന്റെ പുസ്തകം. പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ നമ്മൾ ഒത്തിരി വായിക്കുന്നത് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് ആവശ്യപ്പെടുന്നില്ലേ. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിലാണ്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം അടുത്തുണ്ടെങ്കിൽ ഒന്ന് എടുത്തേക്കാവോ. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കില്ല. വാഗ്ദാനം നമ്പർ 1, നിങ്ങൾ ഇനി നാണം കെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ആൻഡ് ദ പ്രോമിസ് റിപ്പീറ്റ്സ് 2-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. റിപ്പീറ്റ് ചെയ്യാണ് പ്രോമിസ്. ഇത് വായിച്ച് നോക്കണം കേട്ടോ. അടയാളപ്പെടുത്തിയിടും. നിങ്ങൾ ബൈബിൾ അടയാളപ്പെടുത്തിയിരുന്ന ശീലം ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തിയിടുക. അല്ലെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ വചനം എഴുതി ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ആവർത്തിച്ച് എഴുതിയിടണം. ഈ അധ്യായത്തിൽ 2-ാം തവണ കർത്താവ് പറയാണ്, എൻ്റെ ജനത്തിന് നാണം കെടേണ്ടി വരില്ല, എൻ്റെ ജനം ഇനി നാണം കെടാൻ ഞാൻ അനുവദിക്കില്ല, നിങ്ങൾ പരിഹാസപാത്രമാവാൻ ഞാൻ അനുവദിക്കില്ലെന്ന് കർത്താവ് പ്രോമിസ് കൊടുക്കുകയാണ്. ആൻഡ് അഗെയിൻ കർത്താവ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാണ് 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഇസ്രായേലിൻ്റെ മധ്യ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. പ്രോമിസാണ് 3 തവണ. ചില കാര്യങ്ങളൊക്കെ വിശുദ്ധീകരണത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ, 3 തവണ പറഞ്ഞാൽ ഉറപ്പാണ്. നമ്മുടെ നാടൻ ഇതിലൊക്കെ പറയുന്ന പോലെ 1 തരം 2 തരം 3 തരം ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കർത്താവ് 3 തരം ഉറപ്പിച്ച് പറയാണ്, നീ നാണം കെടേണ്ടി വരത്തില്ലെന്ന്. എൻ്റെ ജനത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ കുടുംബത്തിന്, ഈശോയുടെ പ്രിയപ്പെട്ടവർക്ക് നാണം കെടേണ്ടി വരില്ല. ഇത്രയും കാലം നാണം കെട്ടതോ, അപ്പോൾ കളിയാക്കപ്പെട്ടതോ, നമുക്കങ്ങനെ ചിന്തിക്കല്ലേ. ഈശോയെ ഈ പ്രോമിസൊക്കെ തന്നു 3 തവണയോ 30 തവണയോ തന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ നാണം കെട്ടത്, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ ചമ്മിപ്പോയതെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടില്ലേ. എന്തിനാണെന്നും ചോദിക്കണ്ട, നമുക്ക് തിരിച്ചു വരണമല്ലോ. ഈ നാണക്കേട് ഒഴിവാക്കണമല്ലോ. എവിടെ തല കുനിഞ്ഞു പോയോ, എവിടെ ശിരസ് താണുപോയോ അവിടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് കണ്ണും തുറന്ന് പിടിച്ച് നമുക്കൊന്ന് നടക്കണമല്ലോ. അതിനുവേണ്ടി കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യം അത്ര ഈസി അല്ല, കാര്യം അത്ര ഈസി അല്ല, ബട്ട് വി മസ്റ്റ് ട്രൈ. ഇതാണ് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിമാൻഡ്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായം 12-ാം വാക്യം. ഇത് അടയാളപ്പെടുത്തി എഴുതിയിടുക അല്ല, ഇത് കാണാപ്പാടെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ്. ഇത് ചെയ്യണം. നമുക്കിത് ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കിയാലാണ് ഈ പ്രോമിസ് 3 അല്ല 300 തവണ കർത്താവ് ഉറപ്പിച്ചു തരും. നീയോ നിന്റെ കുടുംബമോ നിന്റെ പ്രിയപ്പെട്ടവരോ നാണം കെടേണ്ടി വരില്ല. ഇത്രയും കാലം എന്തുകൊണ്ട് നാണം കെട്ടു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവ് അവിടെ കിടപ്പുണ്ട്. അത് കാരണമാണോ നാണം കെട്ടെന്ന്? ഇനി ആ കാരണത്തേക്ക് അന്വേഷിച്ച് പോകണ്ട, നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്. ഇഫ് യു നീഡ് ടു റൈസ് അപ്പ്, ഈ നാണം കേടിൽ നിന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ നിന്റെ മുമ്പിലുള്ള ഒരു സൊല്യൂഷൻ ഈശോ തരികയാണ്. കർത്താവിൻ്റെ വാക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ജോയൽ 2:12 കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ. നാണം കെട്ട് ഏറ്റവും ചമ്മി നിൽക്കുകയാണ്, ഏറ്റവും തകർന്ന് നിൽക്കുകയാണ്. നൗ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട. നാണം കെടുത്തിയവരെയോ കളിയാക്കിയവരോ മാറ്റി നിർത്തിയവരോ ഒന്നും ഓർക്കണ്ട. കർത്താവിനെ മാത്രം നോക്കണമെന്ന് വചനം ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ 3 കാര്യങ്ങൾ പറയാണ്. 3 പ്രോമിസ് ഉണ്ട്. 3 തവണ പ്രോമിസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ 3 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്ന് ഉപവസിക്കുക. നമുക്കതിൻ്റെ വചനത്തിൽ അർത്ഥം കൃത്യമായിട്ട് അറിയാം. ഈ പട്ടിണി കിടക്കുക എന്നുള്ളൊരു മീനിങ് മാത്രമല്ല. ഉപവസിക്കുക എന്ന് വെച്ചാൽ ഭക്ഷണം ഒഴിവാക്കുക എന്ന് മാത്രമല്ല, ഭക്ഷണ സാധനങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രമല്ല. ഉപവസിക്കുക എന്ന് വെച്ചാൽ കൂടെ വസിക്കുക. ആരുടെ കൂടെ ആയിരിക്കുക? ഈശോയുടെ കൂടെ ആയിരിക്കുക. 1-ാമത്തെ കാര്യം. 2 വിലാപം. എന്തിനാ വിലപിക്കുന്നത്? കടന്ന് കരഞ്ഞ് വിലാപവും നെടുവീർപ്പും ഉണ്ട്. വിലാപം എന്താ? ചുമ്മാ കടന്ന് കരഞ്ഞ് അയ്യോ എനിക്ക് എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് അല്ല. വിലാപം നമ്മുടെ പാപങ്ങളെ ഓർത്തായിരിക്കണം. എവിടെയെങ്കിലും ഈശോയെ തള്ളിപ്പറഞ്ഞ് ഓർത്തിട്ടായിരിക്കണം. ഈ നാണം കെട്ടപ്പോൾ കർത്താവിനെ ചോദ്യം ചെയ്ത് ഓർത്തിട്ടായിരിക്കണം. നമ്മൾ കരയേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. 3-ാമത്തെ നെടുവീർപ്പാണ്. നെടുവീർപ്പ് എന്ന് വെച്ചാൽ മാത്രമല്ല, അവാജ്യമാൻ നെടുവീർപ്പുകളോടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പൗലോസിലെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? പ്രാർത്ഥിക്കുക. ഉപവാസം വേണം, കണ്ണുനീര് വേണം,
പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. ഈ വിലാപം കണ്ണുനീരൊക്കെ നമ്മുടെ പാപങ്ങളെ ഓർത്തായിരിക്കണം. എന്നിട്ട് എന്തിനാണത് അവിടെ കിടന്ന് അലച്ചു തല്ലി കരയാനോ അയ്യോ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് പറയാനോ അല്ല. ഇവിടെ കിടന്ന് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ആവശ്യപ്പെടുന്ന ഒരു വലിയ കാര്യം. ഇതിൻ്റെ ഒരു പ്രൈം എൻഡ് എന്താണെന്നറിയോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക, കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണം. നമുക്ക് നാണം കെടുത്തിയ ആളുകളെ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കാം. നമ്മളെ തെറ്റിദ്ധരിച്ച് വിഷമിപ്പിച്ചവരൊക്കെ ഇങ്ങനെ നോക്കി രണ്ടിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ ഇവരുടെ തലയിൽ 2 തേങ്ങ വീഴണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഒരു തേങ്ങയും വീഴുന്നില്ല. നമ്മളിങ്ങനെ തേങ്ങ വീഴുന്നത് നോക്കി തെങ്ങിഞ്ഞോട്ടിരുന്നിട്ട് വെയിൽ കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കേണ്ടത് നമ്മളെ വേദനിപ്പിച്ചവരോടല്ല, നമ്മളെ ചവിട്ടി താഴ്ത്തിയവരോടല്ല. ഈശോ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം, നീ നാണം കെട്ട് കാണും, കളിയാക്കപ്പെട്ട് കാണും, നീ ടോട്ടൽ ലൂസറായിട്ട് നിൽക്കുകയായിരിക്കും, തകർന്ന് തരിപ്പണായിട്ട് എംപ്റ്റി ആയിട്ട് നിൽക്കുകയായിരിക്കാം. ഈശോ ആവശ്യപ്പെടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല. അവനെന്തുകൊണ്ട് അവളെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു പറഞ്ഞു നോ ഒന്നും നോക്കാനില്ല. അവർക്കെതിരെ ഇനി അവരെ തല്ലി തകർക്കാൻ വേണ്ടി നടന്ന് നമ്മുടെ സമയം കളയാൻ, നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത കളയാനല്ല. ഇപ്പോഴെങ്കിലും നീ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. യു കം ബാക്ക്. ആരിലേക്ക്? നിനക്കിത് ഈശോയിലേക്ക് വരാനുള്ള സമയമാണ്. ഒന്നും കൂടെ ഈശോയിലേക്ക് ആശ്രയിക്കാനുള്ള സമയമാണ്. ഇത് വേറെ കാരണങ്ങൾ അന്വേഷിച്ചാൽ 150 കാരണങ്ങളുണ്ടാവും. ബട്ട് ഒരു സൊല്യൂഷനേ ഉള്ളൂ. സൊല്യൂഷൻ ഈശോയാണ്. ഈശോയിലേക്ക് വരിക. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ആൻഡ് വിത്ത് യുവർ ഹോൾ ഹാർട്ട്, നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയിലേക്ക് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്നാൽ നാണം കെടാൻ കർത്താവ് സമ്മതിക്കില്ല. നീ ഇനി പരിഹാസപാത്രമാവാൻ, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞാൻ, നീ ഇനി നാണം കെടാൻ, തല താട് പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന്. പ്ലീസ് ബിലീവ് ദിസ്. ഒറ്റ കാര്യമുള്ളൂ, തിരിച്ചു വാ. എൻ്റെ ഈശോയെ, ഞാൻ ആരെ നോക്കത്തില്ല, എന്നെ മുറിപ്പെടുത്തിയവരെ നോക്കത്തില്ല, എനിക്ക് മുറിവേൽപ്പിച്ചവരെ നോക്കത്തില്ല, എനിക്ക് ഏൽക്കേണ്ടി വന്ന മുറിവിലേക്ക് നോക്കത്തില്ല, എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ പൊന്നീശോയെ അങ്ങേ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗെറ്റപ്പ്, എഴുന്നേക്ക്. നമ്മളിവിടെ ഇരുന്ന് അവിടെ കടന്നു പോകത്തുള്ളൂ. ആ നാണം കെടുത്തിയവരെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ പല്ല് കടിച്ച് പല്ലൊക്കെ പോയി വെപ്പോല് വെക്കേണ്ടി വരത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ തലയും ചൊറിഞ്ഞ് വിഷമിച്ചൊക്കെ നിൽക്കത്തേ ഉള്ളൂ. യു ഹാവ് ടു ഗെറ്റപ്പ്. വീഴ്ത്തി കാണും, പക്ഷേ നമ്മൾ വീണത് കർത്താവിൻ്റെ മടിയിലോട്ടാണ്, കർത്താവിൻ്റെ കയ്യിലോട്ടാണ്. അവിടെ ഇരുന്ന് ആ മടിയിലിരുന്ന് കർത്താവിൻ്റെ കണ്ണിലോട്ട് നോക്കണം. എൻ്റെ അപ്പാ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ചമ്മിപ്പോയനെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ചമ്മാൻ അനുവദിക്കാത്ത ഈശോയുടെ സ്നേഹത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരിക. നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുകയാണ് ഈ നാണക്കേട് കാരണം. കളിയാക്കപ്പെട്ട് ഹൃദയം ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഹൃദയം മുറിഞ്ഞവരെ, മനമുരുകിയവരെ, അവർക്ക് സമീപസ്ഥനായിട്ട് അവരെ ഇങ്ങനെ കൈ താങ്ങി നടക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ എന്തുകൊണ്ട് മറന്നു പോകണ്ട. മറന്നു പോയെങ്കിൽ ദിസ് ഈസ് എ ടൈം ടു കം ബാക്ക്. ദിസ് ഈസ് എ ടൈം ടു ലുക്ക് അപ്പ്. ഈശോയിലേക്ക് നോക്കുക. നിന്നെ ചവിട്ടി താഴ്ത്തിയിട്ടവരിലേക്കല്ല, നിന്നോട് കയറി വരാൻ പറയുന്ന ഈശോയിലേക്ക്. എത്ര അഗാധതയിലേക്ക്, എത്ര കുഴിയിലേക്ക് വീണു പോയാലും അത്രയും ആഴമുള്ള കുഴിയിലേക്കും കൈനീട്ടിപ്പിടിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ, ഒരു ആട്ടും കുഞ്ഞിനെ പോലെ പിടിച്ചു പൊക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് തോളിലെടുത്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഈശോയെ മാത്രം നോക്കുക. ഡോണ്ട് ലുക്ക് ഡൗൺ, ലുക്ക് അപ്പ്. ഈശോയിലേക്ക് മാത്രം. സങ്കീർത്തനം 34, സമയമുണ്ടെങ്കിൽ സമയമുണ്ടാവും, 34-ാമത്തെ സങ്കീർത്തനം ഒന്ന് വായിക്കണം. ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ദാവീദ് പാടുന്ന ബ്യൂട്ടിഫുൾ ആയ ഒരു സങ്കീർത്തനമാണ്. 34-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം അറിയാലോ, കാണാതെ. ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇത് രണ്ടും നിനക്ക് സംഭവിച്ചിട്ടുണ്ടാകും. ഹൃദയം നുറങ്ങിയിട്ടുണ്ട്, മനം ഉരുകിയിട്ടുണ്ട്, ചങ്ക് ഇങ്ങനെ പെടാപ്പാട് പെടുന്നുണ്ടാവും. ഈശോ സമീപസ്ഥനാണെന്ന് നിനക്ക്, വേറെ ആർക്കുമല്ല. ഈ ചങ്ക് പൊടിഞ്ഞു പോയ നിനക്ക്, ഹൃദയം നുറുങ്ങി നിൽക്കുന്ന നിനക്ക്, മനസ്സുരുകി നിൽക്കുന്ന നിനക്ക് ആരും കൂടെയില്ല. പക്ഷേ ഈശോ സമീപസ്ഥാണ്. ഹീസ് നിയർ യു ഇൻ ദ ഡീപ്പസ്റ്റ് പെയിൻ. നീ ഏറ്റവും വേദനിച്ച് നിൽക്കുന്ന ഈ സമയത്ത്, ഏറ്റവും നാണം കെട്ട് നിൽക്കുന്ന ഈ സമയത്ത്, പ്ലീസ് ബിലീവ് ദിസ്, ഈശോ നിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ചുമ്മാ പറയല്ലോ, അനുഭവിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ നമ്മളൊക്കെ തോറ്റുപോയാനല്ലോ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഹൃദയം കീറി മുറിഞ്ഞ് ചതഞ്ഞ് പോകുമായിരുന്നല്ലോ. നമുക്ക് വേണ്ടി ഹൃദയത്തിൽ ഇടം തന്ന, തിരുക്കുരിശിൽ, തിരുമാറിൽ, തിരുമുറിവിൽ നമ്മളെ ഏറ്റെടുത്ത് പിടിച്ച ഈശോ നമുക്കുള്ളതുകൊണ്ട് വി കനോട്ട് ലുക്ക് ഡൗൺ, വി ഹാവ് ടു ലുക്ക് അപ്പ്. കുരിശിൽ ഇതിൻ്റെ മേലെല്ലാം, നീ തോറ്റതിനും നീ നാണം കെട്ടതിൻ്റെ എല്ലാം മേളിൽ വിജയം നേടി കുരിശിൽ ഇങ്ങനെ നിൽക്കുന്ന ഈശോയിലേക്ക് മാത്രം നോക്കുക. ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഈശോ തന്ന ഒരു സൈനായിട്ട് ഇതിനെ കാണുക. ഗോഡ് ബ്ലസ് യു. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ മുമ്പോട്ട് പോകാം. ആമേൻ.